ഹലോ കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്ന സുഭാഷിതങ്ങൾ 16:7 ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. അപ്പോൾ ഈ ഒരു അനുഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ നമ്മുടെ ഉയർന്ന സ്റ്റാഫുകൾ, സീനിയേഴ്സ്, മാനേജർമാർ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ തന്നെ ചില ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, നമുക്കറിയാവുന്ന പലരും എന്താ പറയുക, നമ്മളെ പ്രത്യേകിച്ച് അവരോടൊന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് ചുമ്മാ നമ്മളൊന്ന് ചൊറിയണം. അങ്ങനെ ചൊറിച്ചിലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും, എൻ്റെ ദൈവമേ, ഇനി അവരുടെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ, ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ആയിരിക്കും നമുക്ക്. പക്ഷെ നമ്മൾ ഈശോയിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പുലി പോലെ വരുന്ന ആൾ എലി പോലെ പോകുന്ന കാണാം. അപ്പം അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, ഭയങ്കര കല്ല് പോലുള്ളൊരു ആളാണല്ലോ, ഹൃദയമാണല്ലോ, ഇയാളുടെ മുൻപിൽ പോയിട്ട് എങ്ങനെ കാര്യം അവതരിപ്പിക്കും. പക്ഷെ വളരെ ഈസി ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ജോലിയുടെ ലീവ് ചോദിക്കുന്ന കാര്യം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കൂളായിട്ട് നമ്മൾ ഈശോയിൽ സമർപ്പിക്കണം ആദ്യം. എന്നിട്ട് ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ നാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവരിയ്ക്കുന്ന സന്ദർഭത്തിൽ അതോർത്ത് പ്രാർത്ഥിക്കുക. അതിനകത്തൊക്കെ ഈശോയുടെ വലിയ കൃപ നിറയും. അപ്പം വലിയ ആന പോലെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി ഭാരങ്ങളുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെ ഇത് അവതരിപ്പിക്കണം, ഞങ്ങൾ ഈ കാര്യം എങ്ങനെ പറയണം എന്നോർത്തൊക്കെ ബുദ്ധിമുട്ടുന്ന അനേകം പേര് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഞാനടക്കമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഞങ്ങളെ മനസ്സിന് ബലം നൽകാനും, ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് ശരിയായ കാര്യങ്ങൾ ഈശോയിൽ വിശ്വസിച്ച് ശരിയായ രീതിയിൽ ചെയ്യുവാനും ഞങ്ങളെ ഭാരപ്പെടുന്ന അനേകം അനുഭവങ്ങൾ ഈശോയെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ എന്ന് നമുക്ക് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം, ബായ്.